സൗദി അറേബ്യയിലെ മദീനയിൽ ബസ് കത്തിയുണ്ടായ അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ സംസ്കാരം ഇന്ന് ഉച്ചസമയത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മദീനയിൽ സംസ്കാരം നടക്കും. സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ടിലേക്ക്. മദീനയിൽ ബസ് കത്തിയുണ്ടായ അപകടത്തിൽ മരിച്ച 46 പേരുടെയും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. 45 ഉംറ തീർത്ഥാടകർ, വിസിറ്റ് വിസയിലെത്തിയിട്ടുള്ള ഒരാൾ, ഇങ്ങനെ 46 പേരാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. അവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ ഇനി പൂർത്തിയാകാൻ പോകുന്നത്. സൗദി സമയം ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ കഴിഞ്ഞാൽ പിന്നീട് മയ്യത്ത് നമസ്കാരം ആരംഭിക്കും. അതിനുശേഷം മൃതദേഹങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് സംസ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇന്ന് രാവിലത്തോടു കൂടി തന്നെ എല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു. ജന്നത്തുൽ ബക്കിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മദീനയിലെ ജന്നത്തുൽ ബക്കി എന്ന് പറയുന്നത് പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുചരന്മാരും ബന്ധുക്കളെയും ഒക്കെ സംസ്കരിച്ചിട്ടുള്ള ഏറ്റവും വിശുദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അവിടെയാണ് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളെല്ലാം സംസ്കരിക്കാൻ പോകുന്നത്. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. 11 കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകളുമുണ്ട്. 10-20ഓളം സ്ത്രീകളും എല്ലാവരുമുണ്ട്. എല്ലാവരുടെയും സംസ്കാര ചടങ്ങുകൾ ഇവിടെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നടക്കാൻ പോകുന്നു. വാഹനത്തിൽ മൃതദേഹങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട്. മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ഈ ചടങ്ങുകൾ നടക്കുന്ന ജന്നത്തുൽ ബക്കിയിലേക്ക് ഇതെല്ലാം തന്നെ കൊണ്ടുപോകും. അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മദീനയുടെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് ടാങ്കറുമായി കൂട്ടിയിടിക്കുന്നതും തീപിടിക്കുന്നതും മരണം സംഭവിക്കുന്നതും.